അങ്ങനെ രാമായണത്തിൻ്റെ ഫസ്റ്റ് ടീസറും ഫസ്റ്റ് ഗ്ലിംസും പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എപ്പോൾ വന്നോ അപ്പം തുടങ്ങി ഇൻ്റർനെറ്റിലെ ആൾക്കാർ കമ്പയറിങ്ങും കുറ്റം പറച്ചിലും ആണെന്ന് പറയലും ഇതെന്താ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കംപ്ലൈൻറ്റ് പറച്ചിലാണ്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു ടീസർ കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നിതീഷ് തിവാരിയാണ് ഡയറക്ടർ, ദംഗലിൻ്റെ ആൾ, നവിത് മൽഹോത്രയാണ് പിശുക്കനായിട്ടുള്ള പ്രൊഡ്യൂസറൊന്നുമല്ല, അടിപൊളി പ്രൊഡ്യൂസറാണ്. പിന്നെ ഹാൻസ് സിമ്മറും റഹ്മാനൊക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെ കാസ്റ്റും കൊള്ളാം. അപ്പോൾ എല്ലാം കൊണ്ടും പേപ്പറിൽ അടിപൊളിയാണ് സംഭവം. പക്ഷേ ഈ ടീസർ കണ്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഈ ആൾക്കാർ കുറ്റം പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട് എന്ന് മനസ്സിലായത്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം ചെയ്യേണ്ടത് ഈ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള ഒരു പൊങ്ങച്ചം പറച്ചിലുണ്ടല്ലോ, 4000 കോടിയുടെ ബഡ്ജറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ദേ വിൽ സ്റ്റാർട്ട് ടു കമ്പയർ ഇറ്റ് വിത്ത് അതർ മൂവീസ്. 4000 കോടി പറഞ്ഞാൽ എത്രയേറെ ബഡ്ജറ്റ്. ഈ അവതാറിൻ്റെ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയില്ല, 3ാമത്തെ പാർട്ട്, അതിന് 3700 കോടിയുള്ളൂ. ഡ്യൂൺ സെക്കൻഡിന് 1700 കോടിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വാരണാസി ഇല്ലേ, ഇപ്പം നമ്മുടെ രാജമൗലി എടുക്കുന്നത്, അതിന് 1500 കോടി എങ്ങാണ്ടുള്ളൂ. അപ്പോൾ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റേ അല്ല ഈ 4000 കോടി എന്ന് പറയുന്നത്. ആ സംഭവം ഒന്നും സ്ക്രീനിൽ കാണാൻ. അപ്പോൾ നമുക്കറിയാം ടീസർ ആകുമ്പോൾ അൺപോളിഷ്ഡ്, അതായത് ഫുൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല VFX വർക്ക് എന്നൊക്കെ ഉള്ളത്. ആ കഴിഞ്ഞ VFX വർക്കിൻ്റെ ഫുട്ടേജ് ഇട്ടാൽ പോരെ, ഈ കഴിയാത്ത തന്നെ എന്തിനാണ് ഇടുന്നത്? ഫസ്റ്റ് സീൻ ആ ഒരു മഞ്ഞത്തുള്ള ഒരു പരിപാടി പോലത്തെ ഒരു വലിയൊരു യുദ്ധം പോലത്തെ സംഭവത്തെ തന്നെ ആകെ ഒരു ജിട്രി ഒരു ഫീലിംഗ് ആയിരുന്നു തുടക്കം തന്നെ. പിന്നെ രൺബീർ കപൂറിനെ രാമനായിട്ട് വേറെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണിക്കുന്ന സീനുകളൊക്കെ ഒരു ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു പക്ക പോലെ നമുക്ക് ഫീൽ ആവുകയാണ്. ഒരുപാട് ഓസ്കാർ അവാർഡ്സ് ഒക്കെ കിട്ടിയ VFX ടീമാണ് ഡബിൾ നെഗറ്റീവ്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഡ്യൂണിൻ്റെയൊക്കെ അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും എന്തോ ഒരു കുഴപ്പമുള്ള പോലെ ഉണ്ട്. നമ്മൾ ഈ ചാനലിൽ തന്നെ രാജമൗലിയുടെ വാരണാസിയുടെ ടീസർ ഇതുപോലെ ഇറങ്ങിയപ്പോൾ നമ്മളൊരു ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്തായിരുന്നു. കാരണം അത്രയും സാധനങ്ങളുണ്ട്. ഒരു ഫ്രെയിം എടുത്താൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഈക്വൽ ഇറങ്ങുന്ന സിനിമയാണ്, ആലോചിക്കണം. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇത് അൺഫിനിഷ്ഡ് വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമാണ്. ടീസറിൽ എനിക്കിഷ്ടപ്പെട്ടത് രൺബീർ കപൂർ രാമനായിട്ട് വന്നതും പിന്നെ രാവണൻ്റെ ലാസ്റ്റ് ഒരു ഓറ ഫാമിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അത് കിടലായിട്ടുണ്ട്. ഒരു മിസ്റ്ററി നിലനിർത്തിയിട്ടുള്ള ഒരു രാവണനെ കാണിച്ചത്. പിന്നെ മ്യൂസിക്കും കൊള്ളാം, വലിയ തെറ്റില്ല. ഈ ഗ്രാൻഡ് സ്കെയിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ബ്ലെൻഡ് വേണം. റിയൽ സെറ്റുകളും അതുപോലെ CGI തമ്മിലൊരു ബ്ലെൻഡ് വേണം. ഫുള്ള് CGI ഒരു ഗെയിമിഫിക്കേഷൻ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു രസം ഉണ്ടാവില്ല. ആദിപുരുഷന് പറ്റിയതും അതാണ്. ഫുള്ള് CGI ആക്കിയപ്പോൾ കുട്ടികളുടെ ഈ കാർട്ടൂൺ പോലെ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും ഈ കുറ്റങ്ങളൊക്കെ അവർ കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണ് ഒക്ടോബറിൽ റിലീസ് ആക്കുക എന്ന് വിചാരിക്കുക.